and the truth shall set you free. With the mandate of God, Pastor Jackson Matthew is effectively working for the kingdom of God by the power of the Holy Spirit through these multifaceted ministries of Maranatha. നിങ്ങൾക്കറിയാം, ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഇസ്രയേലിന് രാജാവായി എഴുന്നേൽപ്പിച്ചു. യൊരോബിയാം എന്നായിരുന്നു പേര്. അവനെ രാജസ്ഥാനത്ത് രാജ്യം ഭരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാ. പക്ഷെങ്കിൽ അവനൊരു കാര്യം ചെയ്തു. തൻ്റെ രാജ്യം ഒക്കെ ഭംഗിയായപ്പോൾ, താനൊരു പൊസിഷനിലേക്ക് കടന്നു വന്നപ്പോൾ, രാജാക്കന്മാർ ചെയ്യരുതാത്തതായിരിക്കുന്ന, പുരോഹിതന്മാർ ചെയ്യേണ്ടതായിരിക്കുന്ന യാഗം കൂടെ ചെയ്യുവാനായിട്ട് യൊരോബിയാം ഇറങ്ങിത്തിരിച്ചപ്പോൾ അവിടെ വെച്ച് യൊരോബിയാമിൻ്റെ കൈ വരണ്ടു പോയി എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. എന്തും എങ്ങനെയും ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചന വ്യവസ്ഥയല്ല. ദൈവമക്കൾ ദൈവഹിതം മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യമിതാ. ദൈവമക്കൾ ദൈവഹിതം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും അത് തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. 100 കൂട്ടം കാര്യം എനിക്കും നിങ്ങൾക്കും ചെയ്യാം. പക്ഷെങ്കിൽ ചെയ്യേണ്ടത് 100 കൂട്ടം കാര്യങ്ങളല്ല. എന്നെ ദൈവം ഭരമേൽപ്പിച്ചത് ഞാൻ ചെയ്യുക. അതാ അറിയേണ്ടത്, അതാ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴേ മനസ്സിലാക്കത്തുള്ളൂ. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്പെസിഫിക് വില്ല് ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുവരെ ഒരു വേലയും ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ ജനറൽ വില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തോട് സിൻസിയർ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ നയിക്കുന്നത് ആ സ്പെസിഫിക് ബില്ലിലേക്ക് ദൈവം നയിക്കും. ഒന്ന് മനസ്സിലാക്കണം, ഈ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വേർഡ്, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. ഒന്നോർത്തു നോക്കിയേ. അരിമനാഥനാകുന്ന യേശു ഇപ്രകാരം പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, നീ അങ്ങോട്ട് പോകുന്നോ? ലാസറിൻ്റെ വീട്ടിലേക്ക് നീ പോകുകയാണോ? നിന്നെ കൊല്ലുവാനല്ലേ അവർ കാത്തിരിക്കുന്നത്? ആ സമയത്ത് യേശു ഒരു കാര്യം പറഞ്ഞു, പകലിന് ഇത്ര മണി നേരം ഇല്ലയോ? ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു സമയം കടന്നു വരുന്നുണ്ട്. അതുവരെ ഞാൻ പ്രവർത്തിക്കേണ്ടതാകുന്നു. ശത്രുക്കളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ധൈര്യമായി മുൻപോട്ട് കടന്നു പോകുവാൻ ഇടിയായിത്തീർന്നത്, യേശുവിന് ഇടിയായിത്തീർന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവം തന്നെ ഭരമേൽപ്പിച്ചായിരിക്കുന്ന വേല താൻ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യം. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഒരു വ്യക്തമായിരിക്കുന്ന ബോധ്യം ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, എന്നെ ദൈവം ഭരമേൽപ്പിച്ച വേല ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ പൂർണ്ണമായിരിക്കുന്ന ഉറപ്പ് എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ, ഈ ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും എനിക്കും നിങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്താ അതിൻ്റെ വിഷയം? നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദ് ശലോമോനോട് പറയുന്നൊരു വേർഡുണ്ട്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുന്നൊരു വാക്യമാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആ വാക്യം പ്രകാരം പറയുന്നു, വായിച്ചാട്ട്. 1 Chronicle chapter 28 verse number 20. ബലപ്പെട്ട ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചുകൊള്ളുക. നിങ്ങൾ ശ്രദ്ധിക്കുക, യഹോവയായ ദൈവം, എൻ്റെ ദൈവം തന്നെ നിങ്ങളോട് കൂടെ ഉണ്ട്. നെക്സ്റ്റ് വേർഡ് മനസ്സിലായോ? വാക്യത്തിന് അർത്ഥം എന്തുവാന്ന്? ശലോമോനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് മനസ്സിലായോ? ശലോമോൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, നീ അല്ല എനിക്ക് ആലയം പണിയേണ്ടത്, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിക്കുന്ന ഒരുവനാണോ എനിക്ക് വേണ്ടി ആലയം പണിയേണ്ടത്. അവൻ്റെ പേര് ശലോമോൻ എന്ന് ദൈവം കൽപ്പിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തപ്പെട്ട ശലോമോനോട് ദാവീദ് പറയുന്നൊരു വേർഡുണ്ട്, നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിനെക്കുറിച്ചുള്ള സകല വേലയും നിവർത്തിക്കുന്ന നാൾ വരെ
അവൻ നിന്നെ കൈവിടത്തില്ല. ഇതാണ് എൻ്റെ കോൺഫിഡൻസ്, ഇതാണ് എൻ്റെ ബലം. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ കോൺഫിഡൻസ്, ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ഉറപ്പ് എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ എന്തും സംഭവിച്ചുകൊള്ളട്ടെ, എവിടെയും സംഭവിച്ചുകൊള്ളട്ടെ, ഒന്നുപോലും നിങ്ങളുടെ ജീവിതത്തോട് അടുക്കത്തില്ല, ഒന്നുപോലും നിങ്ങളെ തൊടുവാൻ ഇടയാകത്തില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഭൗതികമായിരിക്കുന്ന ജോലി അല്ല, അതിനപ്പുറമായിട്ട് ദൈവത്തിന് എനിക്കും നിങ്ങൾക്കുമുള്ളതായിരിക്കുന്ന പ്രൈം ജോബ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. സെക്കൻഡ് ജോബാണോ എനിക്കും നിങ്ങൾക്കുള്ള ഔദ്യോഗികമായ ജോലി എന്ന് പറയുന്നത്? ചിന്തിക്കരുത്, പാസ്റ്റർമാർക്ക് മാത്രമാണ് ദൈവവേല, നിങ്ങൾക്കാർക്കും ദൈവവേലയില്ല. ഒരു സത്യം വേദപുസ്തകത്തിൽ കൂടി ഞാൻ പറയട്ടെ, വീണ്ടും ജനനം പ്രാപിച്ചതായിരിക്കുന്ന ഏത് ദൈവ പൈതലിനും അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് CA അല്ല, അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എൻജിനീയർ അല്ല. അവരൊക്കെ അവരുടെ പ്രൊഫഷനാണോ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ദൈവത്തോട് നിരക്കുവാൻ തക്കവണ്ണം ലോകത്തെ നിരപ്പിക്കുന്ന ഒരു ജോലിയാണോ അവർക്ക് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷമാണോ ഭൗതികമാർക്ക് ജോലി കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഭാഷ ഞാൻ ഇങ്ങനെ പറയും, നമ്മുടേതായിരിക്കുന്ന ജോലി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ജോലിക്ക് ശമ്പളം തരുന്നതിൻ്റെ ഒരു കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ചതാർക്ക് ജോലി ചെയ്തതിൻ്റെ പ്രത്യുപകാരം ദൈവം ചെയ്യുന്നതാ. ഒന്ന് മനസ്സിലാക്കണേ, ദൈവത്തിൻ്റെ ഹിതം ഞാൻ നിങ്ങളും നിവർത്തിക്കപ്പെടുവാൻ, അതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബലമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, ആ ബലം കൊണ്ട്, ആ കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ട്, ബോൾഡ്നെസ് ഇൻ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ വളരെ ധൈര്യമുണ്ടാകുന്നു, ഒരു വലിയ ബലം കിട്ടുന്നു. നിങ്ങൾ ചിന്തിക്ക്, ഒരു സാധാരണപ്പെട്ട 3 കുഞ്ഞുങ്ങൾ, അവരെ ബാബേൽ രാജ്യത്തിലാണ് അവരായിരിക്കുന്നത്. പക്ഷേ അവർ രാജാവിനോട് പറയുന്ന ഒരു വേർഡുണ്ട്. ആ രാജാവിനോട് പറയുന്ന വേർഡ് ഇതാണ്: രാജാവേ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ഒന്ന് മനസ്സിലാക്കണം, എവിടുന്ന് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് കിട്ടി, എവിടുന്ന് നിങ്ങൾക്ക് ഈ ബോൾഡ്നെസ് കിട്ടി? ആ ബോൾഡ്നെസ് കിട്ടുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിലാണ് അവർ നിൽക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായിരിക്കുന്ന ബോധ്യം. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ അവനൊരു പഴംകുഞ്ഞിയായിട്ട് മാറത്തില്ല, അവൻ വളരെ ബോൾഡായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ സാധിക്കുന്നിടത്ത് അത് ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കും. ഒരിക്കൽ പോലും അവനെ പിന്നോട്ട് വലിക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ കൂടെ ഒത്തിരി തെളിവുകൾ എനിക്ക് തരുവാനുണ്ട്. ജീവിതത്തിൽ അനുഭവങ്ങൾ കൂടെ നിങ്ങൾക്ക് പിന്നോട്ട് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ദൈവഹിതത്തിൽ നിന്നിട്ടുള്ള സമയങ്ങളൊക്കെ ദൈവം നിങ്ങളെ ധൈര്യമായി നടത്തിയിട്ടുള്ള വഴികൾ, പരിപാലിച്ച വിധങ്ങൾ, എന്തുവാ കിട്ടുന്നത്? ബോൾഡ്നെസ്. ഒന്ന് ശ്രദ്ധിച്ചോണേ, ബോൾഡ്നെസ് എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്. പക്ഷെങ്കിൽ ഭയപ്പെടേണ്ട മറ്റൊരു അനുഭവമുണ്ട്, അതാണ് സ്റ്റബേൺനെസ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ പുറമേ നോക്കിയാൽ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ കാണുവാൻ സാധിക്കും, പക്ഷേ ഇത് രണ്ടിൻ്റെയും അന്തരം വളരെ വലുതായിരിക്കും. ബോൾഡ്നെസ് നമുക്ക് ധൈര്യമായിട്ട് കടന്നു പോകാൻ സാധിക്കും, സ്റ്റബേൺനെസ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയായി തീരും. എങ്ങനെ മനസ്സിലാക്കാം ഞാൻ ബോൾഡ് ആണോ അല്ലെങ്കിൽ ഞാൻ സ്റ്റബേൺ ആണോ എന്നുള്ളത്? ഒരൊറ്റ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്റ്റബേൺ ആയിരിക്കുന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് ഒത്തിരി പ്രൊമോട്ടഡ് ആയിരിക്കും, ഒത്തിരി സ്വയത്തെ അവർ പൊക്കി കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, ഇറ്റ് ഈസ് നോട്ട് ഗാഡ്സ് കോൺഫിഡൻസ്, ഇറ്റ് ഈസ് സെൽഫ് കോൺഫിഡൻസ്. സ്വയത്തിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് കടന്നു വരുമ്പോൾ അതാണ് പലപ്പോഴും നമ്മെ സ്റ്റബേണാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും വേണ്ടത് ദൈവത്തിലുള്ള ആശ്രയമാണോ? ദൈവത്തിൽ ഞാൻ നിങ്ങൾ ചാരുക എന്നുള്ളതാ. ദൈവത്തിൻ്റെ ഹിതം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുന്നുവെങ്കിൽ എൻ്റെ നിങ്ങളുടെ ചുറ്റുപാടുകളുള്ള ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കുക, ദൈവഹിതം മനസ്സിലാക്കിയതായിരിക്കും ഒരു പൗലോസ് 14 ദിവസങ്ങൾ രാത്രി പകലെന്ന് അറിയത്തില്ല. പക്ഷെങ്കിൽ ആ പട്ടുകളെ സമയത്ത് ദൈവഹിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ കൃപ ലഭിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് പൗലോസ് മനസ്സിലാക്കി, ഈ കപ്പൽ യാത്ര
യാത്ര, ഇപ്രകാരം കപ്പൽ തകരുവാൻ പോകുന്നത്, അതും ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് പൗലോസ് മനസ്സിലാക്കി. ഒന്ന് മനസ്സിലാക്കണേ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്നവൻ പ്രതികൂലങ്ങളുടെ നടുവിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാകാത്തവൻ പ്രതികൂലങ്ങളുടെ നടുവിൽ ഭയപ്പെടുവാൻ ഇടയായിത്തീരും. ഒന്ന് നോക്ക്, അരുമനാഥനാകുന്ന യേശുവിനെ ഒരു പടകിൽ കൂടെ യാത്ര ചെയ്യുന്നത് എന്താ അവിടെ കാണുന്നത്? പടക് രൂക്ഷമായിട്ട് അത് മുങ്ങുമാകുന്ന ഒരു സമയത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന് ഒരു മാറ്റങ്ങളുമില്ല, സുഖമായിട്ട് ആ പടകിൽ കിടന്ന് ഉറങ്ങിയ. എന്നാൽ ദൈവഹിതം മനസ്സിലാക്കാത്തതായിരിക്കുന്ന കുറച്ച് പേരുണ്ട് ആ പടകിൽ. പക്ഷേ അവര് അധ്വാനിക്കുക, എങ്ങനെയെങ്കിലും അക്കരെ ചെല്ലുവാൻ അധ്വാനിക്കുക. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതാണ് ദൈവഹിതം മനസ്സിലാക്കിയവനും ദൈവഹിതം മനസ്സിലാക്കാത്തവനും ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രവർത്തിക്കുന്ന രണ്ട് മെത്തേഡ്സ് ഇതായിരിക്കും. ദൈവഹിതമുള്ളവൻ, ദൈവഹിതത്തിൽ നിൽക്കുന്നവൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നുകൊള്ളട്ടെ, അവൻ ഒരു കാര്യം പറയുവാൻ സാധിക്കും: ഈ പ്രതികൂലങ്ങളുടെ നടുവിലും ഞാൻ മുൻപോട്ട് കടന്നു പോകും. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകും. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, പ്രതികൂലങ്ങൾ നടുവിൽ ഭാരപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിന് നൽകുന്ന പെർഫെക്റ്റ് വിൽ എന്തെന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. മൂന്നാമതായിട്ട്, ഈ ദൈവഹിതം മനസ്സിലാക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് ഫിയർ ആൻഡ് വറി ഇൻ ലൈഫ്. ഭയം, ഭീരുത ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നു. അത് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് ബോൾഡ്നെസ്സിൻ്റെതായിരിക്കുന്ന ഒരു മറുവശമാണ്. എന്തുവാ, ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഏതിനെയും ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ബോൾഡ് അല്ലാത്തൊരു വ്യക്തിക്ക് മുൻപോട്ട് പോകുവാൻ പ്രയാസമാണ്. ഭയമാണ് അവനെ മൂടുന്നത്. ഭയം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുവാൻ ഇടയായിത്തീരുന്നു: വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നോക്കുവീൻ, ആകാശത്തിലെ പറവ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുവീൻ, അവയ്ക്ക് വേണ്ടുന്നതൊക്കെയും അവയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവയേക്കാൾ എത്ര വിശേഷമുള്ളവർ. എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നാളെക്കുറിച്ചുള്ളൊരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ ഭാരപ്പെടുന്നു, ഞാൻ നിങ്ങൾ വേദനിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ നീ ഒരു പക്ഷികളായിരിക്കുന്നത് കെരീത്തോട്ടിൻ്റെ മുൻപിലായിരിക്കുക. കെരീത്തോട്ടിലാണ് നിന്റെ ആഹാരം കഴിയുന്നത്. നീ നിന്റെ കണ്ടുകൊണ്ടിരിക്കുക. ആ കെരീത്തോട്ടിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നീ ആഗ്രഹിച്ച പോലെ ഒരു ദിവസം വരുന്ന കാക്ക അന്ന് വന്നിട്ടില്ല. എല്ലാം അവസാനിച്ചു. ഇനി എങ്ങനെ രക്ഷപ്പെടും? എവിടുന്ന് ജീവിക്കുവാൻ സാധിക്കും എന്ന് ചോദിക്കുന്ന ഏലിയാവേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ദൈവഹിതത്തിൽ നിൽക്കുന്നവനാകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാടോടുകൂടിയാണോ നീ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ, ആഹാബിന്റെ മുമ്പിൽ നീ നിന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുവാനാകുന്നുവെങ്കിൽ, ദൈവഹിതമാണ് നിന്നിൽ കൂടെ നിറവേറ്റപ്പെടുന്നെങ്കിൽ, നീ ഒരു കാര്യം മനസ്സിലാക്കണം: ഈ കെരീത്തോട്ടിലെ വെള്ളം വറ്റുന്നതിന് മുമ്പ് സ്വർഗ്ഗത്തിലെ ഒരു സാരാഫാത്തിനെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവമക്കൾ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകുന്നത്, ഞാനും നിങ്ങളും ജീവിതത്തെ ഫേസ് ചെയ്യുന്നത്, എൻ്റെയും നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, എൻ്റെയും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ കാരണമെന്തോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. പ്രയാസങ്ങൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം. എന്നാൽ ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിലാകുന്നുവെന്ന് എനിക്കും നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ഒരു പ്രശ്നങ്ങൾ പോലും എന്നെ നിങ്ങളെയും വേദനിപ്പിക്കുവാൻ ഇടയാകത്തില്ല. പ്രശ്നം കടന്നു വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രശ്നം കടന്നു വരും, പക്ഷെങ്കിൽ ആ പ്രശ്നത്തിൽ ഞാൻ നിങ്ങളും വേദനിക്കുവാൻ ഇടയാകത്തില്ല. ഒന്ന് നോക്ക്, ആ വിശ്വാസ വീരനായിരിക്കുന്ന അബ്രഹാമിനെ നോക്ക്. പ്രതികൂലമല്ലേ തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്, വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമല്ലേ താൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നിന്നവൻ ഒരു കാര്യം മനസ്സിലാക്കി: ഇതൊന്നും ഉള്ള പ്രതികൂലമല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കുന്ന മാർഗമാണിത്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, നിന്റെ പ്രതികൂലമെന്ന് പറയുന്നത് നിന്റെ പടകിനെ ഉയർത്തുവാൻ വേണ്ടിയുള്ളതാ, നിന്റെ പടകിനെ മറിക്കുവാൻ വേണ്ടിയുള്ളതല്ല. ഇന്ന് ദൈവം ചില വ്യക്തികളോട് സംസാരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന പടക് മുങ്ങുമെന്നോ നീ ചിന്തിക്കുന്ന ചിന്തകൾ അത് നിന്നെ മുക്കിക്കളയുവാനുള്ളതല്ല, നിന്നെ ഉയർത്തുവാൻ വേണ്ടിയുള്ളതാണ്
ആകുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ആലോചന പറഞ്ഞു കൊടുക്കുക. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുക. എന്താ ഇവിടുത്തെ വിഷയം? ദൈവഹിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ഫിയറും ഉണ്ടാകത്തില്ല. അവസാനമായിട്ട് ദൈവഹിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഹാവിങ് എ ഫീലിംഗ് ഓഫ് ഗിൽറ്റ്. ദൈവഹിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാകത്തില്ല. ദൈവഹിതത്തിൽ അല്ല നിൽക്കുന്നുവെങ്കിൽ കുറ്റബോധം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഒരു വാക്യത്തിലെ നിങ്ങളെ കൊണ്ടുപോകട്ടെ. റോമർ 6:23, റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 23, റോമക്കലേനം 6:23 വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപ. നിങ്ങൾക്കറിയാം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അവിടെ പാപം എന്ന് പറയപ്പെടുന്ന വേർഡിന് കൊടുത്ത ഗ്രീക്ക് വേർഡ് ഹമർട്ടായ. ഹമർട്ടായ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ലിറ്ററലി മീനിങ് എന്ന് പറയുന്നത് മിസ്സിങ് ദ മാർക്ക്. മാർക്ക് നഷ്ടപ്പെട്ടു, മിസ്സിങ് ദ മാർക്ക്. അപ് ടു ദറ്റ്. അത് എന്താ അത് വെളിപ്പെടുത്തുന്നത്? ഇത് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബത്സസ രാജാവിനെ ഒന്ന് എടുത്താൽ മതി. ബത്സസ രാജാവിൻ്റെ ആ രാജധാനിയിൽ അവിടെ ഒരു കൈപ്പത്തി വന്ന് എഴുത്തെഴുതി. ആ എഴുത്തിപ്രകാരമായത് മെനെ തെക്കേ ലുഫസീൻ. എന്താ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു, നിന്റെ രാജ്യത്വത്തെ ദൈവം തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ലെന്നല്ല അവിടെ പറയുന്നത്, കാണേണ്ട വെയിറ്റ് കണ്ടിട്ടില്ല. ഇത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ലൈഫിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വെയിറ്റ് എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വെയിറ്റ് നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കിക്കോണം. സ്വർഗത്തിലെ ദൈവം ഒരു താസിൽ എന്നെയും നിങ്ങളെ തൂക്കി നോക്കുമെങ്കിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു തൂക്കമുണ്ട്. ആ എക്സ്പെക്ട് ചെയ്യുന്ന തൂക്കമാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടെ കാണേണ്ടത്. ബത്സസനെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം കണ്ടത് എക്സ്പെക്ട് ചെയ്ത തൂക്കമല്ല, അതിൽ കുറവുള്ളതായിട്ടാണ് കണ്ടത്. എന്ത് സംഭവിച്ചു എന്നറിയാമോ? ആ കുറവ് ഒരു ദിവസം കടന്നു വന്നപ്പോൾ അവിടുന്ന് അതെടുത്ത് മാറ്റി. ആ രാത്രിയിൽ ബത്സസ രാജാവ് കൊല്ലപ്പെട്ടു. എന്തുകൊണ്ടാണ് കൊല്ലപ്പെടുവാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ദൈവം ആഗ്രഹിച്ച വെയിറ്റ് ആ ബത്സസറിൽ ഇല്ലായിരുന്നു എന്നുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവജനം മനസ്സിലാക്കണം. എന്നെയും നിങ്ങളെയും ആത്മീയ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും ആത്മീയരായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞത്, ദൈവം എന്നെയും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നില്ല എങ്കിൽ, ആ ലെവലിലേക്ക് ഞാനും നിങ്ങളും ആകുന്നില്ല എങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കണം, അത് സംഭവിക്കുന്നത് ഒരു കുറ്റബോധത്തിന് ഞാൻ അടിമയായി തിരികുക. ഒരു കുറ്റബോധം ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്തുകൊണ്ടാണ് കുറ്റബോധം കടന്നു വരുന്ന അറിയാമോ? ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ അല്ല ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഉള്ളിൽ സന്തോഷം കാണത്തില്ല. സന്തോഷമില്ല എങ്കിൽ തുടർന്ന് വരുന്നത് എപ്പോഴും എന്തൊക്കെയോ ഉള്ളതായിരിക്കുന്ന ഒരു അതൃപ്തി, ഒരു കുറ്റബോധം, പലതും ചെയ്യുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കുറ്റബോധം രണ്ട് രീതിയിൽ കാണുവാൻ സാധിക്കും. ഒന്ന്, ദൈവഹിതപ്രകാരമുള്ളൊരു കുറ്റബോധമുണ്ട്. രണ്ട്, ദൈവഹിതപ്രകാരമല്ലാത്ത കുറ്റബോധമുണ്ട്. അഥവാ പാപം സംഭവിക്കുന്നതുകൊണ്ട് കടന്നു വരുന്ന കുറ്റബോധമുണ്ട്. പാപം സംഭവിക്കുന്നതുകൊണ്ടുള്ള കുറ്റബോധം എന്ന് പറയുന്നത് അവരെ നിരാശയിലേക്ക് നടത്തുമ്പോൾ, ദൈവഹിതപ്രകാരമുള്ള കുറ്റബോധം എന്ന് പറയുന്നത് അവരെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. വിഷയം എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം എന്നിലും നിങ്ങൾക്കൂടെ ആഗ്രഹിക്കുന്ന ആ വെയിറ്റ് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു. കുറവുള്ളവനായി വെളിപ്പെടുവാനല്ല. ദൈവഹിതത്തിൽ ഞാൻ നിൽക്കുമ്പോൾ അതാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം ശാന്തമായിട്ട് സ്വയമായിട്ടൊന്ന് ശോധന ചെയ്യുമോ? ഒരു കാര്യം, എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശോധന ചെയ്താട്ട്, അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. പിതാവ് എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവിനെ അയച്ചുവെന്ന് സാക്ഷ്യം പറയുന്നു. അതാണൊരു വലിയ സാക്ഷ്യമെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ശാന്തമായിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊണ്ട് നമുക്കൊന്ന് പറയുവാൻ സാധിക്കുമോ? പിതാവ് എന്നെ പരമേൽപ്പിച്ചായിരിക്കുന്ന പ്രവൃത്തി അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും കണ്ണുകടച്ചുകൊണ്ട് എല്ലാവരും സ്വയമായിട്ടൊന്ന് ശോധന ചെയ്താട്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുവെന്നുള്ളതായിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഈ നാളുകൾ ജനറൽ വില്ലിൽ പ്രവർത്തിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവമക്കൾ ജനറൽ വില്ലിൽ നിന്ന് സ്പെസിഫിക് വില്ലിലേക്ക് കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി എന്തെന്ന് മനസ്സിലാക്കുക.
മനസ്സിലാക്കി അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തോട് പറഞ്ഞാട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറഞ്ഞാട്ട് എൻ്റെ പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ ചെയ്തു തന്നിരിക്കുന്ന പ്രവൃത്തികൾ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയുമോ, എൻ്റെ കർത്താവേ ആ പ്രവൃത്തി ചെയ്യുവാൻ ഇതാ എന്നെ സഹായിക്കണമെന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കർത്താവേ എന്നെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തി ചെയ്യുവാൻ ഇതാ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്രകാരം തീരുമാനിക്കുന്നവർ എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വലതു കരങ്ങൾ നെഞ്ചുമേൽ വെച്ച് കർത്താവിന് അടയാളമായി കാട്ടുമോ, എൻ്റെ യേശുവേ നിന്റെ ഹിതം നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ അതിനുവേണ്ടി സഹായിക്കണമേ, അതിനായിട്ട് എന്നെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നെന്ന് തീരുമാനിക്കുന്ന പ്രിയപ്പെട്ടവർ കരങ്ങൾ വെച്ചിരിക്കുന്ന മക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പ്രിയ നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചല്ലപ്പ ദൈവഹിതം ഞങ്ങൾക്കൂടെ നിറവേറ്റപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നുള്ളത് എൻ്റെ പൊന്നു പിതാവേ, ഈ നാളുകൾ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകണമെങ്കിൽ ദൈവമേ അങ്ങയുടെ ഹിതം ഞാൻ ചെയ്യുന്നുവെന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യം ആവശ്യമാകുന്നുവെന്നുള്ളത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാ സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ ഹിതം ചെയ്യുവാൻ നിന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച് അവരുടെ വലതുകരം നെഞ്ചുമേ വെച്ചിരിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ കരങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ മക്കളെ തൊടുമാകണമേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങൾ കർത്താവേ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ ഏതെല്ലാം അവയവങ്ങളുണ്ട് എല്ലാ അവയവങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ടത് മാറ്റപ്പെടുവാൻ എൻ്റെ ദൈവം കൃപ ചെയ്താട്ട് എൻ്റെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി നീ എവിടുന്ന് ഒരുക്കമാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജനത്തെ നീ എവിടുന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Be a part. Be a blessing.